ഈ ആഴ്ച റിലീസായ മലയാള സിനിമയാണ് നരിവേട്ട. അനുരാജ് മനോഹർ ഇഷ്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് നരിവേട്ട. അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നതും. ടൊവിനോ തോമസ് ആണ് നായകൻ. റിലീസിന് മുന്നേ തന്നെ ഈ സിനിമയിലെ മിന്നൽ വള സോങ്ങൊക്കെ ഭയങ്കര ഹിറ്റായതാണ്. ജേക്സ് ബിജോയാണ് മ്യൂസിക്. ടൊവിനോയെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, പ്രിയംവദ, ചേരൻ ഇവർ 3 പേരുമാണ് ബാക്കി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ ശരിക്കും നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ. അവരത് തുറന്നു പറയുന്നില്ലെങ്കിലും അത് നമുക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇപ്പം ആദിവാസികളായിട്ടൊക്കെ കുറേ പേരുണ്ട്. നമുക്ക് പരിചിതമുള്ള മുഖങ്ങളൊക്കെ കൂടുതൽ തന്നെ ഉണ്ട്. ഈ സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ ഇതിനൊരു ജോണർ ഒരു ഡ്രാമയാണ്, ഒരു പ്രോപ്പർ ഡ്രാമയാണ്. വേണമെങ്കിൽ ഒരു പോലീസ് പ്രൊസീജിയർ ഡ്രാമ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സർവൈവൽ ഡ്രാമ എന്ന് പറയാം. ഇത് സംവിധായകൻ്റെ ഫസ്റ്റ് സിനിമ ഇഷ്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമയാണ്. ഒരു പ്രതീക്ഷയില്ലാതെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കയറി ഞെട്ടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സിനിമയാണ്. അത്രയ്ക്കും വർക്കായതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിലറൊക്കെ കണ്ടപ്പം മേക്കിംഗ് ഒക്കെ എവിടെയോ ഒരു സീരിയൽ മയം, ക്യാമറയൊക്കെ ഒരു ഗുമ്മില്ല, ആ ഒരു ഫീലായിരുന്നു. എന്നാലും സിനിമ ഫൈനൽ ഔട്ട് ആക്കുമ്പോൾ ഓക്കെ ആവുമെന്ന് കരുതി. പക്ഷേ ആ ഒരു പ്രശ്നം അതേപോലെ ഉണ്ടായിരുന്നു. ഈ സിനിമയിലെ വൺ ഓഫ് ദ ഏറ്റവും വലിയ പ്രോബ്ലം അത് തന്നെയാണ്. അതായത് മേക്കിംഗ് ഭയങ്കര ഒരു നമുക്ക് അപ്പീലിംഗ് അല്ല. വിഷ്വൽസും കളർ ഗ്രേഡിങ്ങും ഒക്കെ ഒരു സീരിയൽ മയമാണ് മൊത്തത്തിൽ. ഭയങ്കര ഇപ്പം 2019 ഇദ്ദേഹം ഇഷ്ക് എങ്ങനെ എടുത്തോ അവിടുന്ന് ഒട്ടും മുന്നോട്ട് വരാതെ അതേ ഒരു മേക്കിംഗ് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പവർ അറിയാനില്ല. എഴുത്തും അതുപോലെ തന്നെ പവറുള്ള സബ്ജക്റ്റാണ് ഈ സിനിമയുടേത്. പക്ഷേ എഴുത്തിലോട്ട് വരുമ്പോൾ ആ പവർ, സബ്ജക്റ്റിലെ പവർ അങ്ങ് പോയി. നമുക്ക് ഒരിടത്തും ഇമോഷണൽ കണക്ഷൻ തോന്നുന്നില്ല. ഇതിൽ ഇവരെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി തന്നെ കുറേ ക്ലോസപ്പ് ഷോട്ടുണ്ട്. ഒരു പട്ടിയുടെ ഉണ്ട്, ഒരു കുഞ്ഞു കുട്ടിയുടെ ഉണ്ട്, പിന്നെ ഒരു അമ്മൂമ്മയുടെ ഉണ്ട്. നമുക്കിതൊന്നും തോന്നുന്നില്ല. ഇതിനു വേണ്ടി തന്നെ നമ്മൾ വിഷമിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഇടുന്നതായിട്ടാണ് തോന്നുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. അതായത് ഇവരിതെന്താണ് കാണിക്കുന്നത്, ഇവർക്ക് ഇത്രയും പണി അറിയത്തുള്ള ഒരു രീതിയിൽ. പിന്നെ ടൊവിനോയുടെ കാര്യം പറയാനാണെങ്കിൽ ടൊവിനോ ഭയങ്കര മിസ്കാസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. കരച്ചിൽ രംഗങ്ങളൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിലൊരു 1 മണിക്കൂർ ലവ് ട്രാക്ക് ഉണ്ട്. അത് സഹിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യമില്ല. മിന്നൽ വള സോങ് സൂപ്പറാണ്, പക്ഷേ അതിൻ്റെ ഒന്നും ഒരു കാര്യവും പടത്തിലില്ല. ചരൻ പക്ക മിസ്കാസ്റ്റാണ്. സുരാജിനൊന്നും ചെയ്യാനില്ല. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ഇപ്പോൾ കുറേ ഭയങ്കര റിവ്യൂ കാണുന്നുണ്ട്, അതിനുള്ളതൊന്നും ഇല്ല. പക്ക പെയ്ഡ് PR റിവ്യൂസാണ് എല്ലാം. അതിൻ്റെ ഒരു പാറ്റേൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. യൂട്യൂബിലല്ല ഞാൻ പറയുന്നത്, ഇൻഡിവിജ്വൽ റിവ്യൂസ് അല്ല, ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കമൻസ് ആയിട്ടും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2/5 ആണ്.